Take some free time. Let's react to some videos. Welcome to TF Reacts. And ഇന്നത്തെ വീഡിയോയിലും കാക്കകളുടെ കരച്ചിലേക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല ഗൈസ്. ഒന്നെങ്കിൽ ഫാൻ്റെ സൗണ്ട്, അത് ഞാൻ ഫാൻ ഓഫ് ചെയ്തപ്പോൾ കാക്കകളുടെ സൗണ്ട്. എന്ത് ചെയ്യാൻ, നമുക്ക് വീഡിയോ ചെയ്യാൻ വേറെ നിവൃത്തിയില്ലല്ലോ. കാരണം ഞാൻ ഇന്നലെ സാധനം കംപ്ലീറ്റ് ലൈക്ക് ഹാഫ് വേ വെച്ചു. ഇനി എൻ്റെ ബാക്കി തീർക്കണം. ബിക്കോസ് ലിൽ പയ്യൻ്റെ സബർ എന്ന ആൽബത്തിൻ്റെ എനിക്കൊന്ന് 10 ട്രാക്കോളം നമ്മൾ റിയാക്ട് ചെയ്തു. ഹറാം ഫ്ലക്സ് വരെ നമ്മൾ റിയാക്ട് ചെയ്തു. സോ ഇനി നമുക്ക് ഹറാം ഫ്ലക്സ് കഴിഞ്ഞാൽ ഇനി ഒരു 6 സോങ്ങും കൂടെ ഉണ്ട് ബാക്കിയുള്ള. കൗമുമായിട്ട് നന്നായിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു 6 ട്രാക്കും കൂടെ നമ്മൾ റിയാക്ട് ചെയ്യാനുണ്ട്. ആൻഡ് വിത്തൗട്ട് ഫർദർ അഡ്യൂ, എനിക്കറിയാം അനുസരിച്ച് ലേറ്റായി പോയി. വെറും ഒരു ദിവസത്തെ ഡിലേയും വന്നു ഒരു ആൽബം റിയാക്ട് ചെയ്യുന്നതിന് 2 പാർട്ടായിട്ട്. സോ എന്തായാലും സമയം കളയണ്ട, നമുക്ക് റിയാക്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ഈസ് കൗ ബൈ ലിൽ പയ്യൻ ആൻഡ് അശ്വിൻ. പയ്യനൊരു ലുക്ക് കൊടുത്തപ്പോ കാറ്റത്ത് പെയ്തതാ ഹുക്ക്. കൗമിന്റെ മരത്തിലെ പൊന്നാരമുത്ത്, തലക്കൊരു മരക്കണം പോലത്തെ കുത്ത്, പൈസട്ട് പൊത്ത്. ജോക്കർ ഓക്കെ. ആദ്യം തന്നെ ഒരു സർപ്രൈസ് ഫീച്ചറിങ്ങിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ കൗം ഇസ് ലിൽ പയ്യൻ ആൻഡ് അശ്വിൻ ഫീച്ചറിങ് ജോക്കർ. പയ്യനൊരു ലുക്ക് കൊടുത്തപ്പോ കാറ്റത്ത് പെയ്തതാ ഹുക്ക്. കൗമിന്റെ മരത്തിലെ പൊന്നാരമുത്ത്, തലക്കൊരു മരക്കണം പോലത്തെ കുത്ത്, പൈസട്ട് പൊത്ത്. ഞാൻ കഴിച്ചപ്പോ തുപ്പ്, പിന്നെ ആർത്തിട്ട് കുഴച്ചത് തട്ട്, പറഞ്ഞിട്ട് കാക്ക്, കുയിച്ചപ്പോ നീണ്ടത് കഴുത്തിന്റെ വക്ക്. ഇവിടെ ഒരു വാപ്പാക്കും കൊടുക്കണ്ട ഞാൻ ചെയ്ത ചെയ്ത്തിന്റെ ഡാർക്ക്. തൂലിക ചലിച്ചപ്പോ പൊങ്ങിയ വാക്കിന്റെ മത്തിലിട്ടാട്ട്, കുറച്ചീച്ച കൊടുത്താ മതി, കുറച്ചീച്ച എടുത്താ മതി, ഓർക്കൊക്കെ മറിച്ചിട്ട് വിറ്റാ മതി, ലൈക്ക് ഇട്ട് കിട്ടിയാ മതി. I stand on a bigger picture, young homies getting thicker biscuits. Dad doesn't miss these bitches, black in the money but white to business. Baby don't call them mister. Joker is different. പുള്ളിക്ക് ഇങ്ങനെ നെസസറിലി ഇങ്ങനെ ചോപ്പ് ഫ്ലോസ് അല്ലെങ്കിൽ പറഞ്ഞ റാപ്പിഡ് ഫ്ലോസ് ഒന്നും വേണ്ട. സ്ലോ ആൻഡ് മെലോഡിക് ആയിട്ടുള്ള അതൊക്കെയാണ് കൂടുതൽ. ബട്ട് ഹിസ് ഡെലിവറി ഈസ് സോ സ്ട്രോങ് ദാറ്റ് നമ്മുടെ ഫാസ്റ്റ് ഫ്ലോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ഹുക്ഡ് ആയിരിക്കും. ആൻഡ് ഹി ഗോട്ട് ലൈക്ക് ഹിസ് ലിറിസിസം ഈസ് റിയലി എന്താ പറയുന്നത് ഈ പറഞ്ഞ ഫ്ലെക്സിങ് രീതിയിലാണെങ്കിൽ ഇപ്പോൾ പഞ്ച് ലൈൻ ഹെവി. ഇനി അതല്ല നമ്മൾ എന്തിനാ റിയാക്ട് ചെയ്ത 111 പോലെ ലൈക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് കൈൻഡ് ഓഫ് ഇതാണെങ്കിൽ അതിൻ്റെ ഡീപ്പിലോട്ട് പോകും. ലൈക്ക് ലെവൽ ഓഫ് ലിറിസിസം ആൻഡ് ഹിസ് സ്ട്രോങ് ഡെലിവറി ഈസ് വാട്ട് മേക്സ് ജോക്കർ സ്പെഷ്യൽ. നമുക്ക് ബാക്കിയേക്കാം. ഒഴിച്ചിട്ട് മാറ്റി വെട്ടും പയ്യന്റെ തലക്കൊരു കോടി. പയ്യനൊരു ലുക്ക് കൊടുത്തപ്പോ കാറ്റത്ത് പെയ്തതാ ഹുക്ക്. കൗമിന്റെ മരത്തിലെ പൊന്നാരമുത്ത്, തലക്കൊരു മരക്കണം പോലത്തെ കുത്ത്, പൈസട്ട് പൊത്ത്. ഞാൻ കഴിച്ചപ്പോ തുപ്പ്, പിന്നെ ആർത്തിട്ട് കുഴച്ചത് തട്ട്, പറഞ്ഞിട്ട് കാക്ക്, കുയിച്ചപ്പോ നീണ്ടത് കഴുത്തിന്റെ നോക്ക്. കാലം കുറെ കഴിഞ്ഞപ്പോ കൗസിന് ചെയിൻ, കാക്കാന്റെ കുട്ടി തന്നെ റൂളിംഗ് ദ ഗെയിം. അടിച്ചൊരു ഇട്ടാലും മായാത്ത കാക്കാന്റെ കുട്ടി തന്നെ റോളിംഗ് ദ ഗെയിം, കഴുത്തില് ചെയിൻ. ഓക്കെ പയ്യൻ അടക്കം മേത്തിന്റെ തീരാത്ത പെയിൻ. ഇത് ന്യൂ സ്കൂൾ എഴുത്തിന്റെ കവി, കോൾമി അഹങ്കാരി, പാപ്പരാസി അലമ്പാനി എന്റെ ബേസിൽ പൊള്ളി എന്ന ചെവി. പാട്ടില് ഫ്ലെക്സ്, ആരണ്ട നെക്സ്റ്റ്. ഞാൻ ചോദിച്ചു ആരണ്ട എനിക്കിന് നെക്സ്റ്റ്. ഞാൻ എഴുതുന്ന പാട്ടില് കൗമിന്റെ ഫ്ലെക്സ്. ഞാൻ പാടിണ്ട് ഹലാലും ഹറാമും ഫ്ലെക്സ്. ഫ്യൂച്ചർ ചേസിങ് ചിക്സ് അല്ല ചെക്സ്. ഫാസിയൊരു മുത്ത്, മണിമാലമ കോർക്കണ മുത്ത്, എന്റെ കൗമിലെ പൊന്നാര മുത്ത്, നല്ല റോസിന്റെ പൂവിലെ മുട്ട്, മണത്തപ്പ മത്ത്. പയ്യനൊരു ലുക്ക് കൊടുത്തപ്പോ കാറ്റത്ത് പെയ്തതാ ഹുക്ക്. കൗമിന്റെ മരത്തിലെ പൊന്നാരമുത്ത്, തലക്കൊരു മരക്കണം പോലത്തെ കുത്ത്, പൈസട്ട് പൊത്ത്. ഞാൻ കഴിച്ചപ്പോ തുപ്പ്, പിന്നെ ആർത്തിട്ട് കുഴച്ചത് തട്ട്,
പറഞ്ഞിട്ട് കക്ക് ആ കുയിച്ചപ്പം നീണ്ടത് കഴുത്തിന്റെ വക്ക് കുറച്ചിട്ട് കൊടുത്താ മതി, കുറച്ചിട്ട് എടുത്താ മതി, ഓർക്കൊക്കെ മറിച്ചിട്ട് വിറ്റാ മതി, ലൈക്കിട്ട് കിട്ടിയാ മതി. ആ ഇരച്ചേർന്ന ബീറ്റ് കണ്ടോ, വാവ്. ആൻഡ് ഐ ലൈക്ക് ദ ഹുക്ക്. ജോക്കറിന്റെ ഹുക്ക് വാസ് പൊന്നാരമുത്ത് കഴിച്ചപ്പറ്റുന്ന ഹുക്ക്. ദിസ് വാസ് ഫൺ. അടുത്തത് കരൾ. ഓക്കെ, ഐ തിങ്ക് ഫാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലിൽ പയ്യൻ്റെ മെലഡീസ് ഒക്കെ എനിക്കൊന്ന് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കാൻ തോന്നുന്നു. ഇതിനു സാധാരണ ആൽബംസിലൊക്കെ അങ്ങനെയാണ്, ലൈക്ക് ജോണർ വൈസ് റാപ്പ്, ഹിപ്പ് ഹോപ്പ് ആൽബംസിലൊക്കെ മെയിനായിട്ട് ഹിപ്പ് ഹോപ്പ് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ, ചോപ്പ് ചോപ്പ് റാപ്പ്, പിന്നെ ട്രാപ്പ് റാപ്പ് ഒക്കെ കുറച്ച് ആദ്യമേ വയ്ക്കും, മെലഡീസും കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ലാസ്റ്റ് വയ്ക്കും. അങ്ങനെയാണ്. ബട്ട് ഇത് അങ്ങനെയാണോ ഓർഡർ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ലെറ്റ്സ് ഗോ. കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു മെലഡിയാന്ന്. അലിയുന്നൊരു പൊന്മനമാണ്, അഴലെന്നിലതിമ്മിണിയാണ്, അലയുന്നൊരു പാതയിലായേ, അഴകെന്നിലതില്ലാണ്ടായേ. അലിയുന്നൊരു പൊന്മനമാണ്, അഴലെന്നിലതിമ്മിണിയാണ്, അലയുന്നൊരു പാതയിലായേ, അഴകെന്നിലതില്ലാണ്ടായേ. ആരാരും കാണാതിന്നറിയാതെ കാട്ടിക്കൂട്ടി ആരോടും ചൊല്ലില്ല എന്നൊമ്പരം. പാരാവും നോവിന്റെ തീരത്തും പാട്ടും പെട്ടിപ്പാടാം ഞാൻ കുന്നോളം എന്നൊമ്പരം. എന്താണ് പൊരുള്, ഉള്ളിൻ്റെ ഉള്ളിലാകെ ഇരുള്, പറയുന്നെന്താണ് പൊരുള്, ഉള്ളിൻ്റെ ഉള്ളിലാകെ ഇരുള്, കൊണ്ടോയി കരള്. അലിയുന്നൊരു പൊന്മനമാണ്, അഴലെന്നിലതിമ്മിണിയാണ്, അലയുന്നൊരു പാതയിലായേ, അഴകെന്നിലതില്ല. ഓക്കെ, ഇത് ഇച്ചിരി ഡീപ്പാണല്ലോ. ലൈക്ക് അഴലുന്നൊരു പാതയിലാണ്, ലൈക്ക് എന്താ പറയുന്നത്, ഭയങ്കര ലോൺലിനെസ്. പയ്യൻ എന്തോ ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എഴുതിയ പാട്ട് പോലെ തോന്നുന്നു. അറിയോ ഓക്കെ പയ്യൻ. അലിയുന്നൊരു പൊന്മനമാണ്, അഴലെന്നിലതിമ്മിണിയാണ്, അലയുന്നൊരു പാതയിലായേ, അഴകെന്നിലതില്ലാണ്ടായേ. താഴമ്പു മണമുള്ള താഴ്വാരത്ത് ഞാനെത്തും ദിനമെന്നും നിൻചാരത്ത്, കാണാക്കിനാവിന്റെ കാറ്റായത്ത്, കാണും കിനാവിൽ ഞാൻ മാറ്റും മുത്ത്. താഴമ്പു മണമുള്ള താഴ്വാരത്ത് ഞാനെത്തും ദിനമെന്നും നിൻചാരത്ത്, കാണാക്കിനാവിന്റെ കാറ്റായത്ത്, കാണും കിനാവിൽ ഞാൻ മാറ്റാമുത്ത്. നോടി നടന്ന് ഞാൻ കരഞ്ഞാലും, ചോര ചീറ്റി ഞാൻ മരിച്ചാലും, ഓടി നടന്ന് ഞാൻ കരഞ്ഞാലും, ചോര ചീറ്റി ഞാൻ മരിച്ചാലും. എന്താ വാട്ട്? ഓടി നടന്ന് ഞാൻ തളർന്നാലും ചോര ചീറ്റി ഞാൻ മരിച്ചാലും, യു മീൻ ഇതൊക്കെ ചെയ്താലും ആരും തിരിഞ്ഞു നോക്കത്തില്ലെന്നാണോ? അതെ, ഇതെന്താ സംഭവം? എന്താ പയ്യൻ? വാട്ട്? ഹൂ ഹേർട്ട് യു ബ്രോ? ആർ യു ദാറ്റ് ലോൺലി? പൊരുള്, ഉള്ളിൻ്റെ ഉള്ളിലാകെ ഇരുള്. ഐ മീൻ അണ്ടർസ്റ്റാൻഡബിൾ. ഒരു സർട്ടൻ പോയിന്റ് ഓഫ് ലൈഫിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സാധനമാണ് ഇത്, ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ലൈക്ക് ഉള്ളിനുള്ളിൽ ആകെ ഇരുള്, ആകെ ഒരു ഒറ്റപ്പെടൽ എന്നൊക്കെ പറഞ്ഞ പോലെ. അല്ലെ ഈ പറഞ്ഞൊക്കെ ഓടിത്തളർന്ന് കിടന്നാലും തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലാന്ന് തോന്നുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. സോ യാ, ഐ കാൺട്ട് ബ്ലെയിം ഹിം. പറയുന്നെന്താണ് പൊരുള്, ഉള്ളിൻ്റെ ഉള്ളിലാകെ ഇരുള്, കൊണ്ടോയി കരള്. താഴമ്പു മണമുള്ള താഴ്വാരത്ത് ഞാനെത്തും ദിനമെന്നും നിൻചാരത്ത്, കാണാക്കിനാവിന്റെ കാറ്റായത്ത്, കാണും കിനാവിൽ ഞാൻ മാറ്റാമത്ത്. അലിയുന്നൊരു പൊന്മനമാണ്, അഴലെന്നിലതിമ്മിണിയാണ്, അലയുന്നൊരു പാതയിലായേ, അഴകെന്നിലതില്ലാണ്ടായേ. അലിയുന്നൊരു പൊന്മനമാണ്, അഴലെന്നിലതിമ്മിണിയാണ്, അലയുന്നൊരു പാതയിലായേ,
എന്നിലതില്ലാണ്ടായേ. That was അടുത്തത് ആയോ. ഓക്കെ, ഞാൻ അയ്യോ എന്ന് ആദ്യം വായിച്ചത്. ആയോ ബൈ ലിൽ പയ്യൻ. അപ്പോൾ അശ്വിൻ ഇതിൻ്റെ അകത്തില്ല. സോ ജസ്റ്റ് ലിൽ പയ്യൻ്റെ പേരേ ഉള്ളൂ, വിച്ച് ഇസ് ഓക്കെ. ഈ വിധ മനുഷ്യ മനസ്സിലോടി ഈ വഴി കിതച്ച് കുതിച്ച് കൂടി കൊതിച്ചതല്ല ഞാൻ മനസ്സിൽ പാടി. ചെറിയ മക്കള് പാട്ടിൽ നാടി വലിയ കൂട്ടരോ കരഞ്ഞു കാരി പയ്യന്റെ പാട്ടിന്ന് വിഷമം മാറ്റി വിഷമം പയ. ഓക്കെ, അപ്പോൾ ഗൈസ് ലിൽ പയ്യൻ ആൽബത്തിൻ്റെ ബാക്കി ട്രാക്ക്, തുടക്കത്തെ ട്രാക്കുകളിൽ പഞ്ച് ലൈൻ ആഫ്റ്റർ പഞ്ച് ലൈൻ ആഫ്റ്റർ ഫ്ലെക്സിങ് സ്പിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹീ ഈസ് ഗോയിങ് ഓൺ എ ഡാർക്കർ ഡീപ്പർ വണ്ടർബിൾ ലെവൽ ഓൺ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ആൽബം. ഭയങ്കര ഇരുട്ട് നിറച്ചൊരു ട്രാക്കിലോട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ മറ്റേ ഇതിനു മുമ്പേ കേട്ട നമ്മൾ കരൾ കേട്ടില്ലേ, കരൾ കേട്ടപ്പോൾ ഡാർക്ക് ഡീപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ട്രാക്ക് ആയോ വന്നപ്പോൾ അതിൻ്റെ 2 ഇരട്ടി ഹീസ് ഡബിളിങ് ഡൗൺ ഓൺ ദ ഡാർക്ക്നെസ്. അയ്യോ, ഇതൊക്കെ കേട്ട ട്രിഗർ ആവുമെന്ന് അറിയത്തില്ല, ബട്ട് യെസ് നമുക്ക് കേൾക്കാം. ആദ്യം തൊട്ട് മെലഡി ഒരു രക്ഷയില്ല. എനിക്ക് ഇതിൻ്റെ മെലഡി ഭയങ്കര ഇഷ്ടം. ഈ വിധ മനുഷ്യ മനസ്സിലോടി ഈ വഴി കിതച്ച് കുതിച്ച് കൂടി കൊതിച്ചതല്ല ഞാൻ മനസ്സിൽ പാടി. ചെറിയ മക്കള് പാട്ടിൽ നാടി വലിയ കൂട്ടരോ കരഞ്ഞു കാരി പയ്യന്റെ പാട്ടിന്ന് വിഷമം മാറ്റി വിഷമം പയ്യന്റെ ജീവിതം മാറ്റി. ഒറ്റയ്ക്ക് മുറി കയറി ഞാൻ പൂട്ടി കുത്തിയിരുന്ന് ഞാൻ ചിന്തിച്ച് കൂട്ടി പയ്യന്റെ ഹൃദയം തണുത്ത ഊട്ടി മാറ്റണ്ട അങ്ങനെ കത്തിച്ച മുറിയുടെ മൂലയ്ക്ക് കയറി ഞാൻ പൂട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ചിന്തിച്ച് കൂട്ടി. ഓക്കെ, ദാറ്റ് ഈസ് സോ റിലേറ്റബിൾ. ഞാൻ എന്റെ ജീവിതം തിരിഞ്ഞു നോക്കി കരച്ച് കണ്ണിന്ന് വന്നൊരു പോക്കി പെടച്ചിലങ്ങനെ പതിവിലാക്കി പെടച്ചിലെന്നെ പടച്ചത് ബാക്കി പറച്ചിലധിക പറച്ചിലായോ പറിച്ച മലരും കരച്ചിലായോ കൊതിച്ച പലരും തിരിച്ചു പോയോ കുതിച്ച് കതച്ച് കിടപ്പിലായോ പറച്ചിലധിക പറച്ചിലായോ പറിച്ച മലരും കരച്ചിലായോ കൊതിച്ച പലരും തിരിച്ചു പോയോ കുതിച്ച് കതച്ച് കിടപ്പിലായോ. നീ കുഴിച്ചിട്ട ചെക്ക ഞാൻ തീ കുരുത്തിട്ട തീ മഴയില്ല ഈ മിഴിയില തുള്ളി ഞാൻ നീ ഒതുക്കിയ ചെക്ക ഞാൻ ഈ വിലക്കിയ ചെക്ക ഞാൻ ഈ മണലില് ഈ മരത്തില ഈ വിധം തണലായി ഞാൻ തനിച്ച. ഹീ സേവിങ് ദിസ് അറ്റ് സംബഡി. ഹാർട്ട് ബ്രേക്ക് സോങ് ആണോ? ഐ തോട്ട് ഇറ്റ് വാസ് മോർ ഓഫ് എ ലോൺലിനെസ്. ആ ഒരു മിഡ് ലൈഫ് ക്രൈസിസ്, മിഡ് ലൈഫ് അല്ല ബട്ട് ലൈഫ് ക്രൈസിസ് റിയാലിറ്റി ഫേസ് അങ്ങനത്തെ സോങ് ആയിരിക്കുന്നു. ബട്ട് ഇത് ആരും എയിം ചെയ്തിട്ടാണല്ലോ, സംബഡി ബ്രോക്ക് ഹിസ് ഹാർട്ട്. ഓക്കെ, ഞാൻ തനിച്ചായി ഞാൻ എന്റെ കാലിൽ നിൽക്കുവാൻ എന്റെ കുടുംബം നോക്കുവാൻ ഏത് മണ്ണിലും എത്തും ഞാൻ 7 കടലും താണ്ടും ഞാനൊരു മണിമുത്ത് അപ്പനമ്മയുടെ സ്വത്ത് നിങ്ങളിപ്പൊ കേടേണ്ട കത്ത് നിങ്ങളില്ലെങ്കിൽ ചെക്കൻ ചത്ത് പറച്ചിലധിക പറച്ചിലായോ പറിച്ച മലരും കരച്ചിലായോ കൊതിച്ച പലരും തിരിച്ചു പോയോ കുതിച്ച് കതച്ച് കിടപ്പിലായോ പറച്ചിലധിക പറച്ചിലായോ പറിച്ച മലരും കരച്ചിലായോ കൊതിച്ച പലരും തിരിച്ചു പോയോ കുതിച്ച് കതച്ച് കിടപ്പിലായോ. wow that ഈ
ദിസ് സോങ് ഹിറ്റ് ഹാർഡ്. ദിസ് സോങ് ഹിറ്റ് മീ ഹാർഡ്. അടുത്തത് ഇത് കണക്ക് ആയിരിക്കത്തില്ലേ പഠിച്ചതിനെ, എനിക്ക് ഇത്ര താങ്ങാൻ വയ്യ. ഓക്കെ, അപ്പൊ ഇത് അശ്വിനും ഉണ്ട്. ലിൽ പൈൻ അശ്വിൻ ചെയ്യുന്ന പാരേ പാരേ, അത് പാറേ പാറേ, ഐ ഡോണ്ട് നോ ഹൗ ടു, പാരേ പാരേ എന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്ന. ഒത്തിരി വേദന സഹിച്ച് നടന്ന കാലവും മാഞ്ഞെങ്ങും പോകുന്നില്ല. ഒത്തിരി യാതന സഹിച്ച് ചെക്കനെ പോറ്റിയ കഥയുമായുന്നില്ല. ഇത്തിരി പോന്നപ്പോ തേടിയ ജീവിതം ഇന്നോളം സുഖവുമായതില്ല. ഞാനുണ്ടില്ലെങ്കിലും ഞാൻ ഉറങ്ങില്ലേലും കണ്ണീര് വറ്റാതെ കിടന്നില്ല. ഒത്തിരി വേദന സഹിച്ച് നടന്ന കാലവും മാഞ്ഞെങ്ങും പോകുന്നില്ല. ഒത്തിരി യാതന സഹിച്ച് ചെക്കനെ പോറ്റിയ കഥയുമായുന്നില്ല. ഇത്തിരി പോന്നപ്പോ തേടിയ ജീവിതം ഇന്നോളം സുഖവുമായതില്ല. ഞാനുണ്ടില്ലെങ്കിലും ഞാൻ ഉറങ്ങില്ലേലും കണ്ണീര് വറ്റാതെ കിടന്നില്ല. 10 മാസം എന്നെ ചുമന്നില്ലേ, ഒത്തിരി വേദന സഹിച്ചില്ലേ, ഒത്തിരി യാതന കഴിച്ചില്ലേ, ഒത്തിരി നടന്നില്ലേ. 10 മാസം എന്നെ ചുമന്നില്ലേ, ഒത്തിരി വേദന സഹിച്ചില്ലേ, ഒത്തിരി യാതന കഴിച്ചില്ലേ, ഒത്തിരി നടന്നില്ലേ. ഹീസ് ടോക്കിംഗ് അബൌട്ട് പുള്ളിയുടെ ഉമ്മയെ പറ്റി പറയുക. 10 മാസം ചുമന്നതല്ലേ, ഒത്തിരി നാൾ സഹിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു, ഇത്ര നാൾ കഷ്ടപ്പെട്ടതല്ലേ. ആൻഡ് യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് മോം. അമ്മമാരോടുള്ള നന്ദി അത് മസ്റ്റാണ്, അതൊരു ആൽബത്തിൽ വേണം. പാരേ പാരേ പാരിൽ നീയേ, പോരിൽ വീണാൽ തീയേ. പാരേ പാരേ പാരിൽ നീയേ, പോരിൽ വീണാൽ തീയേ. തീയേ എന്നുള്ളാകെ തീയേ, നീയേ ചാരത്തും നീയേ. തീയേ എന്നുള്ളാകെ തീയേ, നീയേ ചാരത്തും നീയേ. എനിക്കായൊരു 1000 തേടലും തേടിയ നാരിയേ നീയേ. ഞാൻ തേടിയ തേടലും തേങ്ങലുമാ നീയേ. എന്തൊക്കെ പറഞ്ഞു കരഞ്ഞു ഞാൻ ഇനി മോനോട് പൊറുക്കണേ. എന്തൊക്കെ പറഞ്ഞു കരഞ്ഞു ഞാൻ ഇനി മോനോട് ക്ഷമിക്കണേ. നിന്നോളം എന്നെന്ന് പൊറുക്കുവാനൊരു ജീവനും കഴിയില്ലേ. നിന്നോളം എന്നെ താരാട്ടുവാനൊരു ജീവനും കഴിയില്ലേ. എന്നെ മുത്തി ഞാൻ കിടന്നില്ലേ, എന്റെ സ്വത്തിനെ മറന്നില്ലേ. നിന്റെ മുത്തായ മകനല്ലേ, എന്നും ചുറ്റി ഞാൻ നടന്നില്ലേ. നിന്നെ മുത്തി ഞാൻ കിടന്നില്ലേ, എന്റെ സ്വത്തിനെ മറന്നില്ലേ. നിന്റെ മുത്തായ മകനല്ലേ, എന്നും ചുറ്റി ഞാൻ നടന്നില്ലേ. ഞാനിന്ന് നടന്നു. This is so sweet. ഇതെന്റെ ഉമ്മായി കേൾപ്പിച്ചു കൊടുക്കണം. ഓ, ദിസ് ഇസ് സോ സ്വീറ്റ്, ദിസ് ഇസ് സോ സ്വീറ്റ്. ഇത് ഞാൻ പിന്നെ സൗകര്യം പോലെ റീപ്ലൈ ചെയ്തോളാം ഈ പാട്ട്. നമുക്കിപ്പോൾ ഫുൾ ആൽബം റിയാക്ട് ചെയ്യാൻ. ഓ, എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. 10 മാസം എന്നെ ചുമന്നില്ലേ, ഒത്തിരി വേദന സഹിച്ചില്ലേ, ഒത്തിരി യാതന കഴിച്ചില്ലേ, ഒത്തിരി നടന്നില്ലേ. 10 മാസം എന്നെ ചുമന്നില്ലേ, ഒത്തിരി വേദന സഹിച്ചില്ലേ, ഒത്തിരി യാതന കഴിച്ചില്ലേ, ഒത്തിരി നടന്നില്ലേ. പാരേ പാരേ പാരിൽ നീയേ, പോരിൽ വീണാൽ
തീയേ പാരെ പാരെ പാരിൽ നീയേ പോരിൽ വീണാൽ തീയേ പാരെ പാരെ പാരിൽ നീയേ പോരിൽ വീണാൽ തീയേ പാരെ പാരെ പാരിൽ നീയേ പോരിൽ വീണാൽ തീയേ തീയേ നുള്ളാകെ തീയേ നീയേ ചാരത്തും നീയേ തീയേ നുള്ളാകെ തീയേ നീയേ ചാരത്തും നീയേ വെയിറ്റ്, ഈ പാട്ട് 5 മിനിറ്റ് ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതായിരിക്കും ലൈക്ക് ലോങ്ങസ്റ്റ് ട്രാക്ക്. അതെ, ഇതാണ് 5 മിനിറ്റിൻ്റെ ദൈർഘ്യമുള്ള ആകെ ഒരൊറ്റ ട്രാക്കാണ് ഇത്. പക്ഷേ 5 മിനിറ്റ് പോയത് ഞാൻ അറിഞ്ഞില്ല. ശ്ശേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രാക്ക്. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്ത ട്രാക്ക് കേൾക്കാം. ബട്ട് ഇതിൻ്റെ പേര് ഇമോഷണലി ഇത് കൊണ്ടുവന്നിട്ട് ഈ പേര് വായിച്ച് തന്നെ. ഓക്കെ, അടുത്ത ട്രാക്കിൻ്റെ പേര് നായിൻ്റെ മക്കൾ. എന്താണെന്ന് കേൾക്കാം. മേ ബി ഹി ഈസ് റിഫറിങ് ടു ഹിസ് ഫ്രണ്ട്സ്. നമ്മളെ ഫ്രണ്ട്സിന് നമ്മൾ മറ്റേ ഫ്രണ്ട്ലി ആയിട്ട് തെറി വിളിക്കത്തില്ലേ, ആ ഒരു ഉദ്ദേശത്തിലായിരിക്കാം ചിലപ്പോൾ. കാരണം ഇതൊരു മെലഡിയാണ്. മെലഡി വെച്ച് ഡിസ് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയായിരിക്കും. കണ്ണറ തന്നത് പൊന്നെ കണ്ണീര തിന്നത് കണ്ണേ കണ്ടതാ നിങ്ങളെ നിന്നെ തിന്നതാ നിങ്ങളും എന്നെ കണ്ണറ തന്നത് പൊന്നെ കണ്ണീര തിന്നത് കണ്ണേ കണ്ടതാ നിങ്ങളെ നിന്നെ തിന്നതാ നിങ്ങളും എന്നെ കാലും കുത്തി ചാവക്കാട് തൊട്ട് പാലപ്പെട്ടി 6 കിറുമതി കാട്ടിക്കൂട്ടി മെല്ലെ ഞാൻ കാറിന്റെ വേഗത കൂട്ടി ചോദിച്ചോ എന്ത് പറ്റി നല്ലത് നല്ല ഉമ്മാന്റെ കുട്ടി ചോദിച്ചില്ല എന്നോട് റീസ കൂട്ടി മയക്കം തന്നത് കള്ളും കുപ്പി പലതിനവും ഞാൻ തള്ളി നീക്കിയതാ തല താങ്ങില തല്ലി നോക്കിയതാ ചില നേരത്ത് കള്ളും കൂട്ടിയതാ തല പോയാലും സോറി ഗൈസ്, സോ ഫാർ ഇത് എന്തിനെ പറ്റിയ പാട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒന്നാമത്തെ കാര്യം, ഒരു മമ്പിൾഡ് രീതിയിലാണ് പയ്യൻ ഇത് പാടുന്നത്. സോ എനിക്ക് കറക്റ്റ് വേർഡ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് യെസ്, പാട്ട് തീരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുമായിരിക്കും, നോക്കാം. പറഞ്ഞില്ല ഞാൻ തന്നെ ബട്ട് എഗെയിൻ ഞാൻ പറയുന്നത്, ദ മെലഡീസ് ലൈക്ക് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ആൽബം വന്നപ്പോൾ ആ മെലഡീസ് എല്ലാ പാട്ടിൻ്റെയും സ്റ്റോപ്പ് നോട്ട്സ് ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ലൈക്ക് ഹിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെലഡീസ് ആണ്. ജനിച്ചതാ മരിക്കണ്ടെങ്കിൽ തന്നെ മരിച്ചോളാ നിങ്ങൾക്കൊന്നൊരു കോപ്പും അറിയില്ല എന്നെ ഒന്നെ വഴിക്ക് വിട്ടൂടെ കണ്ണറ തന്നത് പൊന്നെ കണ്ണീര തിന്നത് കണ്ണേ കണ്ടതാ നിങ്ങളെ നിന്നെ തിന്നതാ നിങ്ങളും എന്നെ കണ്ണറ തന്നത് പൊന്നെ കണ്ണീര തിന്നത് കണ്ണേ കണ്ടതാ നിങ്ങളെ നിന്നെ തിന്നതാ നിങ്ങളും എന്നെ I got so many means എനിക്ക് എന്റെ വളർച്ച പറ്റില്ല അവർക്ക് എന്താണ് നായിന്റെ മക്കൾക്ക് എന്നെ തളർത്തണം ഇന്നവർക്ക് starting to realize പതുക്കെ എല്ലാരും പ്രാടൊന്നുമല്ല എനിക്ക് they wanna use my മിടുക്ക് പെട്ടെന്ന് നിൽക്കണ എൻ മിടിപ്പ് കാരണം അടുത്ത് തുടങ്ങി ഈ പണി മടുത്ത് തുടങ്ങി ഭയം വരാളായി തുടങ്ങി നല്ല ബന്ധങ്ങൾ മുടിച്ചു തുടങ്ങി പാട്ടെന്റെ തൊണ്ടയിൽ കുടുങ്ങി വീട്ടിൽ നരയും മുടങ്ങി ഞാൻ മെല്ലെ കട്ടിലിൽ ഒതുങ്ങി എന്നാലും സീനില്ല മെല്ലെ ഞാൻ മടങ്ങി കണ്ണറ തന്നത് പൊന്നെ കണ്ണീര തിന്നത് കണ്ണേ കണ്ടതാ നിങ്ങളെ നിന്നെ തിന്നതാ നിങ്ങളും എന്നെ കണ്ണറ തന്നത് പൊന്നെ കണ്ണീര തിന്നത് കണ്ണേ കണ്ടതാ നിങ്ങളെ നിന്നെ തിന്നതാ നിങ്ങളും എന്നെ ലാസ്റ്റത്തെ ഒരു പോർഷൻ കൂടായിരുന്നു, ഒരു ചെറിയൊരു ഹമ്മിങ് പോലെ വന്നത്.
ഓക്കെ, അപ്പോൾ ഈ പാട്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് 2.5 മിനിറ്റിൻ്റെ പാട്ടാണ്. ബട്ട് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ രണ്ടാമത് കേൾക്കുമ്പോഴേക്കും മനസ്സിലാവുമായിരിക്കും. എനിക്ക് ഇപ്പം ലിറിക്സ് കറക്റ്റായിട്ട് എനിക്ക് ക്യാച്ച് ആയില്ല. എന്തായാലും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയില്ലെന്ന് മനസ്സിലായി. ഈ ടോക്ട് അബൌട്ട് ഹിം, എങ്ങനെ ലൈഫ് ചേഞ്ചായി, പുതിയ ആൾക്കാരൊക്കെ കണ്ടുമുട്ടി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. നായിൻ്റെ മക്കൾ എന്നുള്ള ടോപ്പിക്ക് ഫ്രണ്ട്ലി രീതിയിലല്ല വിളിച്ചത്, ശരിക്കും തെറിയായിട്ട് തന്നെ വിളിച്ചതാണ് ആരെയോ. ഓക്കെ, അപ്പം ഇനി ലാസ്റ്റ് ട്രാക്കിലോട്ട് നമ്മൾ പോവുകയാണ്, വിച്ച് ഇസ് നന്നായിട്ടിരിക്കും. അപ്പോൾ ഇത് ലിൽ പയ്യൻ ആൻഡ് അശ്വിനാണ്. ഓക്കെ, ദ ലാസ്റ്റ് ട്രാക്ക് ഫ്രം സബർ. സോ ഫാർ ലിൽ പയ്യൻ ആൻഡ് അശ്വിൻ ഫണ്ടാസ്റ്റിക് ജോബ്. ഇങ്ങനെ ഒരു ആൽബം പുട്ടപ്പ് ചെയ്ത് 16 ട്രാക്കുകൾ നമ്മളെ ജേണി കൂടെ കൊണ്ടുപോയത്. ഇറ്റ് വാസ് അമേസിങ്. ആൻഡ് യെസ്, അവസാനത്തെ ട്രാക്കിലൂടെ നമ്മൾ ആൽബം റിയാക്ഷൻ തീർക്കാൻ അതിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. വാവ്. ഞാനൊരു കഥ പറയാ, അല്ല ഞാനൊരു കാര്യം പറയാ. വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല. എൻ്റെ അശ്വിനെ ഇത് ഹെഡ്ഫോൺ വെച്ച് കേൾക്കണം ഗൈസ്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് ഈ സാധനം. ആ ഒരു ബീറ്റ് ഇങ്ങനെ നമ്മളെ ഫുള്ളി ഒരു ചുറ്റും ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫീല്. ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഞാൻ എന്നാവുമെന്ന് വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല. ആദ്യം തന്നെ പടച്ചു തമ്പുരാന് എന്റെ നന്ദി, പിന്നെ എന്നെ പെറ്റെൻ്റെ ഉമ്മാക്കും നന്ദി, പിന്നെ എന്നെ ആക്കിയ എൻ്റെ ഉപ്പാക്കും നന്ദി, പിന്നെ ഞാൻ നശിച്ചു പോകാത്ത എൻ്റെ കൂട്ടുകാർ. ഓക്കെ, ഇത് ദ ഓട്ടോ ട്യൂണിങ് ബ്ലെൻഡിങ് വിത്ത് ദ ബീറ്റ്. ദിസ് എന്ത് ബീറ്റായിരുന്നു ഇത്? ട്രാപ്പ് ടൈപ്പ് ബീറ്റ് എന്താണെങ്കിലും. ഒരു പഴയ GWS എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ കം സിംഗറായിരുന്നു. പുള്ളിയുടെ ടൈപ്പ് ഓഫ് ഒരു സ്റ്റൈലുണ്ട് ഈ ഒരു പാട്ടിന്. ആർക്കും നന്ദി, എന്റെ പാട്ട് കേട്ട നിങ്ങൾക്കും നന്ദി, എന്നെ ഞാനാക്കിയ നിങ്ങൾക്കും നന്ദി, എന്റെ കൂടെ സഹിച്ച പെണ്ണിനും നന്ദി, പൊന്നിനും നന്ദി. ഓ നന്നായിട്ടിരിക്കും, നന്നായിട്ടിരിക്കും, ഓ നന്നായിട്ടിരിക്കും, നന്നായിട്ടിരിക്കും. ഓ പേര് ആർക്കൊക്കെ നന്ദി? ആർക്കും നന്ദി, എന്റെ പാട്ട് കേട്ട നിങ്ങൾക്കും നന്ദി, എന്നെ ഞാനാക്കിയ നിങ്ങൾക്കും നന്ദി, എന്റെ കൂടെ സഹിച്ച പെണ്ണിനും നന്ദി, പൊന്നിനും നന്ദി. ഓ നന്നായിട്ടിരിക്കും, നന്നായിട്ടിരിക്കും. ഓ ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ട്രാക്ക് നന്നായിട്ടിരിക്കുന്ന പറയുന്നത് ഹീസ് പുള്ളിയുടെ ഈ ജനനം തൊട്ട് വളർച്ച വളർന്നു വരെയും, പിന്നെ പുള്ളിയുടെ കരിയർ വൈസുള്ള വളർച്ച വരെയും പുള്ളിയുടെ കൂടെ നിന്ന് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് എല്ലാവരും നന്നായി ബാ എന്ന രീതിയിലൊരു ട്രാക്ക് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ഹിം സെയിങ് താങ്ക് യു ടു എവരി വൺ. കൊള്ളാം, പെർഫെക്റ്റ് വേ ടു എൻഡ് ആൻ ആൽബം. നന്നായിട്ടിരിക്കും, 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 നന്നായിട്ടിരിക്കും. ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചില്ല. ഞാൻ ഉറച്ചു നിന്നില്ല മണ്ണി, ഞാൻ പറഞ്ഞു 100 നന്ദി, ഞാനല്ല നന്ദിയില്ല പന്നി. ഞാൻ ഉറച്ചു നിന്നില്ല മണ്ണി, ഞാൻ പറഞ്ഞു 100 നന്ദി, ഞാനല്ല നന്ദിയില്ല പന്നി. കുടുംബം നോക്കണ്ടേ എൻ്റെ പൊന്നുമാനെ, ചെറിയ പ്രായല്ലേ എൻ്റെ പൊന്ന് ജാനെ, കൊടുക്കാൻ പോവണ്ടേ അന്ന് എൻ്റെ കോനെ, കൊടുക്കാൻ പോവണ്ടേ എൻ്റെ പൊന്ന് കോനെ. ഇനിയിപ്പോ കണ്ണടക്ക സമാധാനത്തോടെ എനിക്കും ഇന്ന് കണ്ണടക്ക, ഉപ്പക്കും ഉമ്മാക്കും. ഇത് പയ്യന്റെ സൗണ്ട് ആണോ? ഈ ഓട്ടോട്യൂൺ കൂടിയിട്ട് എനിക്ക് സൗണ്ട് മാറിയാണോ അതോ വേറെ ആർട്ടിസ്റ്റ് ആണോ എനിക്കറിയത്തില്ല. ബട്ട്
പയ്യന്റെ സൗണ്ട് ഇത് ഭയങ്കര ചേഞ്ച് പോലെ. ഇന്നിന് കണ്ണടക്ക അവര് പെറ്റത് നല്ലൊരു മോനെയാണ് രീതിക്ക് കണ്ണടക്ക 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 അശ്വിൻ കമോൺ, എന്താണ് ഈ സാധനം ചെയ്തു വെച്ചേക്കുന്നത്? ഒരു രക്ഷയില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. പരിശുദ്ധമ്പുരാന് നന്ദി, എന്റെ ഉമ്മക്കും നന്ദി, എന്റെ ഉപ്പാക്കും നന്ദി, എന്റെ കൂടെ നടന്ന പെണ്ണിന് നന്ദി, എന്നെ സഹിച്ചവർക്കും നന്ദി, കൂട്ടുകാർക്കും നന്ദി, എന്നെ ഞാനാക്കിയ നിങ്ങൾക്കും നന്ദി, എന്റെ പാട്ട് കേട്ട നിങ്ങൾക്കും നന്ദി, എനിക്ക് വേണ്ടി ദുആ ചെയ്ത എല്ലാ പടപ്പുകൾക്കും പടച്ചോനും നന്ദി നന്ദി നന്ദി. എല്ലാവർക്കും നന്ദി. മാഷാ അല്ലാ. യെസ്, അപ്പോ ഗൈസ് നമ്മള് ഫൈനലി ദ ലോങ് അവൈറ്റഡ് സബർ എന്ന ലിൽ പയ്യന്റെ ആൽബം നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഫുള്ളി ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാവ് ടു സേ ദിസ് ഇസ് എൻ റിയലി അമേസിങ് ആൽബം. 16 ട്രാക്കുകൾ, ലൈക്ക് ഒരു ജേണി ആയിട്ട്, തുടക്കം കുറേ ഹാർഡ് ഹിറ്റിംഗ് സാധനങ്ങൾ. ആൻഡ് സബർ, എനിക്ക് ആദ്യം തന്നെ സബർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലെക്സിങ്ങിൻ്റെ അങ്ങേറ്റായിരുന്നു പുള്ളി. എനിക്കൊന്ന് പുള്ളി ബേസിക്കലി പറയാനുള്ള കാര്യങ്ങൾ കുറേയൊക്കെ സബർ എന്ന ആദ്യത്തെ ട്രാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയൊക്കെ പുള്ളിയുടെ ലൈക്ക് റാപ്പിംഗ് ആൻഡ് ഫ്ലോയിങ് ആൻഡ് മ്യൂസിക്കാലിറ്റി ഒക്കെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ആൻഡ് ദർ ഇസ് ബാങ് ലൈക്ക് യമാൽ, ചോരയിലാന്ന് തോന്നുന്നു. ഐ തിങ്ക് സ്റ്റിക്ക് ഒന്ന് നശിപ്പിച്ചിട്ട് പോയി, ഇൻ എ ഗുഡ് വേ, അല്ല മോശമൊന്നുമല്ല. നശിപ്പിച്ചെന്ന് പറയുമ്പോൾ പുള്ളി പൊളിച്ചടുക്കിയിട്ട് പോയി. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഫീച്ചർ ചെയ്തിരിക്കുന്ന ഗബ്രി, മൂത്തോനിലാന്ന് തോന്നുന്നു. യെസ്, മൂത്തോനിൽ ഗബ്രിയുടെ ഫീച്ചറിങ്, ആ ലാസ്റ്റ് ബീറ്റ് സ്വിച്ചും ആ ചെണ്ടമേളമൊക്കെ രക്ഷയില്ല. ആൻഡ് പാടത്ത് പണിയിലാന്ന് തോന്നുന്നു എഫിയും ഫീച്ചർ ഇരിക്കുന്ന എഫിയുടെ ഇതാണെങ്കിലും. ആൻഡ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്ത ട്രാക്കിൽ ആദ്യം തന്നെ കൗം എന്ന ട്രാക്കിൽ ജോക്കർ വന്നു. ജോക്കർ ഒരു അന്യായ ഹുക്ക് ഇട്ടിട്ടങ്ങ് പോയി, ലെജൻഡറി ഹുക്ക് ഇട്ടിട്ടങ്ങ് പോയിട്ടുണ്ട്. ആൻഡ് യെസ്, എന്തൊരു കോയിൻസിഡൻസ് ഇല്ലേ, കാരണം ഇന്നലെ ഞാൻ മൊത്തം റിയാക്ട് ചെയ്തത് ഹിപ്പ് ഹോപ്പ് പാർട്ട് ഓഫ് ദി ആൽബം. പക്ഷെ ഇന്ന് ഞാൻ കറക്റ്റ് കൗമ് കഴിഞ്ഞിട്ട് കരള് തൊട്ട് 16 വരെ, ലൈക്ക് നന്നായിട്ടിരിക്കുക വരെ ഫുൾ മെലഡി ഡാർക്ക് ടൈപ്പ് ഓഫ് സോങ്ങുകൾ. അത് എന്ത് കോയിൻസിഡൻസ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. പാർട്ട് 2 വേറൊരു ജോൺറ, പാർട്ട് 1 റിയാക്ഷൻ വേറൊരു ജോൺറ. ബട്ട് ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ലിൽ പയ്യൻ ഗോയിങ് ഹൈറ്റ്സ് ഗൈസ്. ഞാൻ ഇന്നലെ സ്റ്റോറി ഉണ്ടായിരുന്നു ലിൽ പയ്യൻ്റെ എന്താ പറയുന്നത് ആൽബം ലോഞ്ചിൻ്റെ സ്റ്റോറീസും അവിടുത്തെ കൺസേർട്ടും മൂടായി. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിന്ന് തരികയുള്ള സമയം എനിക്ക് നാട്ടിൽ തന്നെ ഇല്ല, അതുകൊണ്ട് എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. ബട്ട് യെസ്, ഇത് മലയാളം ഹിപ്പ് ഹോപ്പിൽ ഇത് കയറും ആ ഒരു ഭാവി, ലൈക്ക് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഈ ഒരു ആൽബം ഉണ്ടാവും. സോ യെസ്, വിത്തൗട്ട് അല്ലല്ലോ, എനിക്കൊന്നും പറയാനല്ലോ വേറെ, ഇതാണ്. സോ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ആൽബം റിയാക്ഷൻ. അതിന് അടുത്ത റിയാക്ഷനും മ്യൂസിക് വീഡിയോസ് ഏത് തന്നെയായാലും, ഹിപ്പ് ഹോപ്പ് ആയാലും അല്ലാത്തായാലും ഇൻഡിപെൻഡൻ്റ് ആയാലും എന്ത് റിയാക്ഷൻ ആയിട്ടായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. എൻ്റെ അടുത്തൊരു റിയാക്ഷൻ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ.